الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة كل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والذين استجابوا لربهم وأقاموا الصلاة وأمرهم شورى بينهم ومما رزقناهم ينفقون أيها الناس أوصيكم وإياي أولا بتقوى الله സ്നേഹമുള്ള സഹോദരങ്ങളെ സഹോദരികളെ, സർവശക്തനും സർവലോകരക്ഷിതാവും സർവപരിപാലകനുമായ അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി പാലിച്ച് യഥാർത്ഥ മുഅ്മിനീങ്ങളും മുത്തഖീങ്ങളുമായി ജീവിതം ചിട്ടപ്പെടുത്തണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളെയും ഓർക്കുകയാണ്. പരിശുദ്ധ ഖുർആനിലെ ശൂറ സൂറയിലെ വളരെ ശ്രദ്ധാർഹമായ ഒരായത്താണ് നിങ്ങളുടെ ഭാഗവതിക്കേൽപ്പിച്ചത്. ഈ ആയത്തിൽ ഒതുങ്ങിയിട്ടുണ്ട് ചില കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് ഒന്നിച്ചിരുന്ന് ആലോചിക്കുവാനും ഉദ്ദേശിക്കുന്നത്. നല്ല മനസ്സോടെ പ്രാർത്ഥനയോടെ ഇഖ്ലാസോടുകൂടി ദീനിയായ നസീഹത്തുകൾ കേൾക്കാനും മനസ്സിലാക്കാനും അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതം ചിട്ടപ്പെടുത്തുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. പ്രിയപ്പെട്ട വിശ്വാസികളായ ഞാൻ നിങ്ങളും ജീവിതത്തിൽ കുറേ നന്മകൾ ഉൾക്കൊള്ളേണ്ടവരാണ്. കുറേ തിന്മകൾ നമ്മുടെ ജീവിതത്തിൽ പിഴുതെറിയപ്പെടണം. ഒരു വിശ്വാസി അങ്ങനെയാണ്. അതുകൊണ്ടാണല്ലോ ഈമാൻ കാര്യങ്ങളൊക്കെ എണ്ണിയ കൂട്ടത്തിൽ അല്ല ഈമാൻ ബിദഉം വസബൂന ശുബാ റസൂലുള്ളാഹി 70 ചില്ലാനും ശാഖകൾ ഈമാൻ കാര്യത്തിലുണ്ടെന്നാണ്. ഈമാൻ കാര്യം ഇസ്ലാം കാര്യമൊക്കെ മദ്രസ പഠിക്കുന്ന സമയത്ത് 6, 5 എന്നൊക്കെ നമ്മൾ പഠിക്കാറുണ്ട്. പക്ഷെ അതിന്റെ വിശാലമായ അർത്ഥ താല്പര്യമാണ് ഈമാൻ ബിദഉം വസബൂന ശുബാ 70 ചില്ലാനും ശാഖകൾ. കുറെ നന്മകൾ അവന്റെ ജീവിതത്തിൽ വരുമ്പോഴാണ് വിശ്വാസി പൂർണ്ണാർത്ഥത്തിൽ മുഅ്മിനായി മാറുന്നത്. കുറെ തിന്മകൾ അവന്റെ ജീവിതത്തിൽ നിന്ന് പിഴുതെറിയപ്പെടുകയുമാണ്. ഖുർആൻ പറഞ്ഞല്ലോ, ഹബ്ബബ ഇലൈക്കുമുൽ ഈമാൻ വസയ്യനഹു ഫീ ഖുലൂബിക്കും വകറഹ ഇലൈക്കുമുൽ കുഫ്റ വൽ ഫുസൂഖ വൽ ഇസ്യാൻ. യഥാർത്ഥ മുഅ്മിനീങ്ങളെ പറ്റി പരിചയപ്പെടുത്തിയെടുത്ത് സൂറത്ത് ഗുജറാത്തിൽ പറഞ്ഞ ആയത്താണ്. ഹബ്ബബ ഇലൈക്കുമുൽ ഈമാൻ, ഈമാനിനോട് അവർക്ക് താല്പര്യമുണ്ടാകും, നന്മയോടൊരു താല്പര്യം, നന്മയിൽ സഞ്ചരിക്കാനുള്ള ഒരു മനസ്സിൽ വിശ്വാസിയുടെ കൂടെ പുറപ്പാണ്. എന്നാലോ തെറ്റെന്ന് ഓർക്കുമ്പോൾ വിഷമാണ്, തിന്മ എന്ന് ഓർക്കുമ്പോൾ വിഷമാണ്, തിന്മ ചെയ്യുന്നവരോട് നമുക്കൊരു വേദനയാണ്. അതൊരു വിശ്വാസത്തിന്റെ തട്ടമാണ്. സഹോദരങ്ങളെ, വിശ്വാസികളുടെ ജീവിതത്തിൽ അഥവാ പാരത്രിക മോക്ഷം ആഗ്രഹിക്കുന്ന കുടുംബ ജീവിതത്തിൽ നാം എത്തിപ്പെടുന്ന ഇടങ്ങളിലൊക്കെ തന്നെയും സമാധാന സ്വസ്ഥതയും ആഗ്രഹിക്കുന്ന വിശ്വാസിയിൽ ഉണ്ടാകേണ്ട ഒരു മഹനീയ ഗുണം സൂചന നൽകിയ ഒരു സൂറത്താണ്. ആ സൂറത്തിലെ ആയത്താണ് ഓതിക്കൊള്ളിച്ചത്. ഈ സൂറത്തിന്റെ പേര് ഷൂറ എന്നാണ്. എന്താ ഷൂറ എന്ന് പറഞ്ഞാൽ കൂടിയാലോചന. ഖുർആനിലെ 114 അധ്യായങ്ങളിൽ ഒരു സൂറത്തിന് അല്ലാഹു നൽകിയ പേര് ഷൂറ. 42ാമത്തെ അധ്യായം. ഒരു സൂറത്തിന് റഹ്മാനായ റബ്ബ് നൽകിയ പേര് ഷൂറ എന്നാവുമ്പോൾ ആ ഒരു വാക്കിന് കരുണഭാരതിയായ അള്ളാന്റെ അടുത്ത് എത്ര വലിയ ദർജ ഉണ്ടാകും, എത്ര വലിയ ആ ഒരു മഹനീയ ഗുണത്തിന് അള്ളാഹു നൽകിയ പദവിയും മഹത്വവും എത്രമാത്രമായിരിക്കും വിശ്വാസികളെ നമ്മൾ പരിശോധനയ്ക്ക് വിധേയമാക്കണം. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അഥവാ വ്യക്തി ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും എവിടെയൊക്കെ താൻ എത്തിപ്പെടുന്നു അവിടെയൊക്കെ സ്വസ്ഥത സമാധാനം ഉണ്ടാകേണ്ട ഒരു അനിവാര്യമായ ഗുണമാണ് ഷൂറ. പലയിടങ്ങളിലും പ്രശ്നങ്ങളാണ്, വഴക്കാണ്, വക്കാനാണ്, ഭാര്യ ഭർത്തൃബന്ധം, കുടുംബ ജീവിതത്തിൽ
അതുപോലെ തന്നെ സമൂഹത്തിൽ അയൽപ്പക്കങ്ങൾ പലയിടങ്ങളിലും പ്രിയപ്പെട്ടവരെ പ്രശ്നങ്ങളും പൊട്ടലും ചീറ്റലും ഉണ്ടാകാനുള്ള കാരണം എന്താണ്? ചില കാര്യങ്ങളൊന്നും മുശാവറ ചെയ്യാത്തത് കൊണ്ടാണ്. ഏകാധിപത്യ മനോഭാവം, ഒറ്റയാൻ സമീപനം, ഇതൊന്നും ഒരു മുസ്ലിമിന് യോജിച്ചാലും. ഒരാളുടെ ജീവിതത്തിൽ കുറേ നന്മകളുണ്ട്, നിസ്കാരമുണ്ട്, ഇബാദത്തുകളുണ്ട്, മറ്റൊക്കെ ഉണ്ട്. പക്ഷെ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ശ്രദ്ധയില്ലെങ്കിൽ അള്ളാഹിൻ്റെ അടുത്ത് തന്നെ കാര്യമായിട്ട് പരിഗണിക്കൂല. നമ്മൾ കറക്റ്റ് മനസ്സിലാക്കണം. 5 നേരത്തെ നിസ്കാരം കുറേ നന്മകൾ അവൻ്റെ ജീവിതത്തിൽ വരുത്തേണ്ട കൂട്ടത്തിൽ ഒന്നാണത്. അവൻ്റെ ജീവിതത്തിൽ വളരേണ്ട കുറേ സൽഗുണങ്ങളിൽപ്പെട്ട ഏറ്റവും വലിയൊരു കാര്യമാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഈ സംസാരം കേൾക്കണേ. നമ്മൾ ഈ വിഷയം ഒരു 10-20 മിനിറ്റ് കൊണ്ട് ഞാൻ സംസാരിച്ച് അവസാനിപ്പിക്കുമ്പോൾ ഷൂറക്ക് നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം പരിഗണന നൽകിയിട്ടുണ്ട്, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നാം എത്തിപ്പെടുന്ന ഇടങ്ങളിൽ എത്ര പരിഗണന നൽകിയിട്ടുണ്ട്, ഈ ജസ്റ്റ് ഒന്ന് വിലയിരുത്തുക വിശ്വാസികളെ. എങ്കിൽ ആ വിലയിരുത്തും അൽഹംദുലില്ലാഹ്, ഞാൻ ആ കാര്യത്തിലൊക്കെ എന്തൊരു ചെറിയ കാര്യമാണെങ്കിലും ചെറിയൊരു ആളുകളോടൊക്കെ ഞാൻ കൂടിയാൽ നടത്താറുണ്ട് എന്നതാണ് നമ്മുടെ മനസ്സ് നമുക്ക് തരുന്ന മറുപടിയെങ്കിൽ നമ്മൾ ഭാഗ്യവാന്മാർ. ഷൂറക്കുള്ള കുറേ ഗുണങ്ങളിൽപ്പെട്ട ഗുണങ്ങൾ ഒന്നെന്താണെന്നോ? അബദ്ധങ്ങൾ കുറയുമെന്നാണ്. ഷൂറ കൊണ്ട് അബദ്ധങ്ങൾ കുറയും. കുറേ നല്ല കാഴ്ചപ്പാടുകൾ ഒരു 4 ആളോട് കൂടി ആലോചിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ലഭിക്കും. പിന്നെ ഷൂറയുടെ മഹത്വത്തിൽപ്പെട്ട ഒന്നെന്താ? മറ്റുള്ളവരെ പരിഗണിക്കുക എന്നതാണ്. 10 അംഗ കുടുംബങ്ങളിൽ ഒരു കാര്യം മുശാവറ ചെയ്യുമ്പോൾ കുറേ നല്ല കാഴ്ചപ്പാടുകൾ വരും. പല ആളുകളും ഒറ്റയ്ക്ക് ചില സമീപനങ്ങൾ, തീരുമാനങ്ങൾ എടുത്തിട്ട് കൊണ്ടുപോയി ചാടിയിട്ടേ 4 ആൾ അറിയുള്ളൂ. ആ കാര്യത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നതിന് മുമ്പ് 4 ആളോട് ആലോചിച്ചിരുന്നെങ്കിൽ നല്ല ചില അഭിപ്രായം ഒട്ടും നമ്മൾ പരിഗണിക്കാത്ത ആടെ ഭാഗത്തായിരിക്കും വന്നിരിക്കുക. അതായിരിക്കും ചിലപ്പോൾ ആ ഒരു തീരുമാനങ്ങളുമായി മുന്നോട്ട് പോകാൻ വലിയ ഗുണകരമായി തീരും. അപ്പൊ അബദ്ധങ്ങൾ കുറയും. മറ്റൊന്നോ, മറ്റുള്ളവരെ പരിഗണിക്കുക എന്നതാണ്. ഓരോ കാര്യങ്ങളായിട്ട് മുന്നോട്ട് ജസ്റ്റ് എന്നോടൊന്ന് പറഞ്ഞല്ലോ. അതും പ്രത്യേകിച്ച് വയസ്സായ മാതാപിതാക്കളുടെ കാര്യത്തിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. പ്രായമായ മാതാപിതാക്കളിലൊന്നും അല്ല കാര്യങ്ങൾ നടപ്പാക്കുക. ആ പാവങ്ങളൊക്കെ കൊയങ്ങി വീട്ടിൻ്റെ പോലെ ഇരിക്കുന്നത്. പക്ഷെ എന്തെങ്കിലും നല്ല കാര്യമായി നമ്മൾ മുന്നിട്ടിറങ്ങുമ്പോൾ പനോടൊന്ന് പോയിട്ട് ചോദിക്കാം. ഇറ്റാൾക്കൊന്നും ഇപ്പം അങ്ങനെയൊന്നും ഉയർന്ന് ചിന്തിക്കാൻ പറ്റുന്ന അവസ്ഥയാവില്ല. എന്നാലും എൻ്റെ കുട്ടീനൊന്ന് പരിഗണിച്ചല്ലോ, എൻ്റെ മോൻ എന്നോട് ആ കാര്യം ആദ്യം എന്നോടാണല്ലോ എന്ന് പറഞ്ഞത്. അത് വല്ലാത്തത്. അപ്പം തന്നെ വാപ്പിയും പ്രാർത്ഥിക്കും, ഈ ഇറങ്ങണതിൽ അള്ളാഹു ബർക്കത്ത് തരട്ടെ. അവന്റെ കച്ചവടമാകട്ടെ, അവൻ വെക്കുന്ന വീടാകട്ടെ, അവൻ വാങ്ങുന്ന സ്ഥലമാകട്ടെ, അവൻ തുടങ്ങുന്ന ബിസിനസ് ആകട്ടെ, പച്ച പിടിക്കാൻ ആ വാർദ്ധക്യത്തിന്റെ അവസ്ഥയിൽ കഴിയുന്ന ആ ഉമ്മയുടെ പ്രാർത്ഥന മാത്രം മതിയാവും. അവൻ പരിഗണനയാണ് പ്രിയപ്പെട്ടവരെ ഷൂറ കൊണ്ട് ലഭിക്കുന്ന മറ്റൊന്ന്. അതോടൊപ്പം തന്നെ ഞാനെന്നുള്ളൊരു മാനസികാവസ്ഥയും നമ്മൾ താഴെ ചെയ്യും. ഷൂറ കൊണ്ടുള്ള 3ാമത്തെ മഹത്വം ഞാൻ എന്നുള്ളത് കുറേ ഷെയറിങ് നടക്കുന്ന സമയത്ത് അതും അതിൻ്റെ ഒരു ഭാഗമാണ് പ്രിയപ്പെട്ടത്. മറ്റൊന്ന് സ്നേഹം തമ്മിൽ കൂടും, ഐക്യം കൂടും, കെട്ടുറപ്പുണ്ടാകും. മോന് ഇനി പരിഗണിച്ചല്ലോ, അവർ കാര്യം കിട്ടുമ്പോൾ വാപ്പ മുന്നോട്ട് പോകുന്ന സമയത്ത് എന്നോട് ചോദിച്ചല്ലോ, അവനും ഒരു ആത്മവിശ്വാസം, ഞാൻ ഈ വീട്ടിലെ മെമ്പറിനെയാണ് എന്തൊരു തിരിച്ചറിയുമ്പോൾ ഒരു ആത്മവിശ്വാസം വർദ്ധിക്കും. പ്രിയപ്പെട്ടവരെ, ഞാൻ സൂചിപ്പിക്കുന്നതാണ് ഷൂറ കൊണ്ടുള്ള മഹത്വങ്ങൾ ഒട്ടനവധിയാണ്. അതുകൊണ്ടാണ് ഇസ്ലാം ഈ വിഷയത്തിന് ഇത്രയും പ്രാധാന്യം കൽപ്പിച്ചത്. സ്വർഗം കിട്ടുന്ന ആളുകളെ പറ്റി പറഞ്ഞിടത്ത് ഞാൻ ഓതി കേൾപ്പിച്ച ആയത്തതാണ്. അള്ളാഹു അനുഗ്രഹത്തിന്റെ സ്വർഗം നൽകുന്ന ആളുകളുടെ മഹനീയ ഗുണം പറയാം. അവരാരാ? അല്ലദീന ഇസ്തജാബൂ ലിറബ്ബിഹിം, അള്ളാഹുവിന്റെ വിളിക്ക് അവർ ഉത്തരം നൽകുന്നവരാണ്. എന്തല്ല കൽപ്പിച്ചോ അപ്പടി ജീവിതത്തിൽ പകർത്തുന്നവരാണവർ. എന്തല്ല കൽപ്പിച്ചോ അപ്പടി ജീവിതത്തിൽ പകർത്തുന്നവർ. വിശ്വാസികളെ വീണ്ടും എന്ന് പറയുന്നു, 5 നേരം നമസ്കരിക്കുന്നവരാണവർ. വിശ്വാസികളെ, ഈ സംസാരം കേൾക്കണ ഞാനും നിങ്ങളും ആ കൂട്ടത്തിൽ ഉൾപ്പെടണം. ഒരു വക്ത നിസ്കാരത്തിലും ഒരു ഉപേക്ഷ വരുത്തരുത്. എന്റെ പ്രിയപ്പെട്ട മക്കളോട് പറയട്ടെ, ഒരു വക്ത നമസ്കാരം നഷ്ടപ്പെടുത്തല്ല. ചെറുപ്പങ്ങളിലെ ശീലിച്ചാൽ വലുപ്പങ്ങളുടെ പ്രയാസമായി തീരുകയില്ല. ഇന്നസ്വലാത്ത കാലത്ത് നിസ്കാരം സമയബന്ധിതമായി നിർവഹിക്കേണ്ട വിഭാഗത്താണ്. നിസ്കരിച്ചില്ല, സ്കൂളിൽ വരുന്നൊരു കുട്ടി, 10ാം ക്ലാസ്സിലാണ്. അസറാകുമ്പോഴേക്കുന്നവൻ മരിക്കുന്നു, മുസ്ലിം അല്ലാതെ മരിക്കേണ്ടി വരും. പ്രായപൂർത്തിയായ നിസ്കാരം നിർബന്ധമാണ്. അസർ നിസ്കരിച്ചില്ല ഒരു സഹോദരൻ, ബാക്കി എല്ലാ കാര്യങ്ങളും അവർ ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷെ നിസ്കാരം മാത്രം ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ സുഹൃത്തെ, മഗ്‌രിബിയാകുമ്പോൾ മരിക്കുന്നു എങ്കിൽ മുസ്ലിം അല്ലാതെ മരിക്കേണ്ടി വരും. ഒരു വക്ത നിസ്കാരം മനഃപൂർവ്വം ഒരാൾ ഉപേക്ഷിച്ചാൽ ഇസ്ലാമിന് പുറത്താണ്.
മുസ്ലിം അല്ലാതെ കൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ചോളി. നമ്മളൊന്നല്ലെങ്കിൽ നാളേക്ക് ഇവിടുന്ന് വിട്ടുപിരിഞ്ഞു പോകേണ്ട ആളുകളാണ്. നിസ്കാരത്തിന്റെ കാര്യത്തിൽ വളരെ ഗൗരവവും കാര്യം കാണിക്കും. അപ്പോ സ്വർഗം ലഭിക്കുന്നവരെ പറ്റി അല്ല പറയാൻ വല്ലതീന അല്ല പറഞ്ഞത് അപ്പടി അനുസരിക്കുന്നവരാണവർ. 2-5 നേരം നമസ്കരിക്കുന്നവരാണവർ. എന്ത് കാര്യങ്ങളും അവർ കൂടിയാലോചിച്ചേ മുന്നോട്ട് പോകൂ. കൂടിയാലോചന ബറക്കത്തുണ്ട് പ്രിയപ്പെട്ടവരെ. എന്ത് കാര്യങ്ങളും കൂടിയാലോചന മാത്രമേ മുന്നോട്ട് പോകൂ. ഈ ഹുതുബകൾക്ക് മുഅ്മിനീങ്ങളെ ഈ കാര്യം നമ്മളിൽ എത്രമാത്രം ഉണ്ടെന്ന് ഓരോരുത്തരും വിലയിരുത്തണം. എന്ത് കാര്യങ്ങളും അവർ ഷൂറയോടെ മുന്നോട്ട് പോകുകയും അള്ളാഹു അനുഗ്രഹിക്കും. പ്രിയപ്പെട്ടവരെ, എത്ര ആളുകൾ ഒരു കാര്യം തീരുമാനിക്കാൻ 4 ആളുകളോടൊത്ത് ഒരുമിച്ച് കൂടിയാൽ തന്നെ പടച്ചോൻ അനുഗ്രഹം ലഭിക്കും. അത്രമാത്രം സ്വർഗം ലഭിക്കുന്നവരുടെ ഒന്നാമത്തെ ഗുണമാണ് എന്തൊരു കാര്യം നമ്മൾ തീരുമാനിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിലും ഷൂറ കൂടിയാലോചനയിലൂടെ മാത്രമേ അവർ മുന്നോട്ട് പോവുകയുള്ളൂ. എന്നാൽ ഷൂറയുടെ കാര്യം പറയുമ്പോൾ ദീനിൽ നസ്സായി വന്നൊരു വിഷയത്തിൽ ഷൂറല്ല. ഖുർആനിൽ ഹദീസ് ഒരു കാര്യം കൃത്യമായിട്ട് നമുക്ക് വ്യക്തമാക്കി തന്ന കാര്യത്തിൽ ഈ 4 ആൾ കൂടി ആലോചിച്ചിട്ടൊന്നും മാറ്റുക എന്നുള്ളത് പറ്റില്ല. ഉദാഹരണത്തിന് ഇപ്പോൾ റമളാൻ മാസം നല്ലൊരു ചൂടുള്ള സമയത്താണ്, വെയിലുള്ള സമയത്താണ് വന്നത്. എല്ലാവരും പാടുന്ന കൂടി ആലോചിച്ചത് മാർച്ച് മാസത്തിലാണ് വന്നെന്ന് വിചാരിച്ചു. ഫെബ്രുവരിയിലൊക്കെ റമളാൻ വരുന്നത്. ചൂടാണ്, നമുക്ക് മാർച്ചിലേക്കൊന്നും കൂടി ആലോചിച്ച് മാറ്റാൻ പറ്റില്ല. അത് അള്ളാഹുവിൽ നിന്ന് കിട്ടിയ വഹിയാണ്. അതിലൊരിക്കലും മാറ്റത്തിരുത്തുക. അപ്പൊ ദീനിൽ നസ്സായി വന്നൊരു വിഷയത്തിൽ ആ വിഷയത്തിൽ ഷൂറയില്ല. അതിൽ പിന്നെ കൂടിയാൽ അത് അള്ളാഹു റസൂൽ പറഞ്ഞിടത്ത് അള്ളാഹു റസൂൽ പറഞ്ഞിടത്ത് നിർത്തും. നിങ്ങളാലോചിച്ചോക്കണേ, ഷൂറയുടെ കാര്യത്തിൽ ഏറ്റവും ഉന്നതനായ നമ്മുടെ പ്രിയപ്പെട്ട പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ശരിക്കും നബിക്ക് ഷൂറിന്റെ ആവശ്യമില്ലാന്ന് തോന്നുന്നു, നമുക്ക് തോന്നി അല്ലേ? കാരണം എന്താ, വഴി കിട്ടിക്കൊണ്ടിരിക്കുന്ന നബിക്ക് എന്തിനാ ഷൂറ? കാരണം എന്താ, അതനുസരിച്ചേ പറ്റൂ. നമ്മൾ അള്ളാഹുവിന്റെ റസൂൽ എന്താവശ്യപ്പെട്ടോ അനുസരിച്ചേ പറ്റൂ. എന്നാൽ പ്രവാചകനല്ലേ നമുക്കതിൽ ഏറ്റവും മാതൃകാ വ്യക്തിത്വം. ഷൂറയുടെ കാര്യത്തിൽ വലിയ മാതൃക നമുക്ക് പ്രവാചകനിലൂടെ കാണാൻ സാധിക്കും. എന്തൊരു കാര്യവും നബി ഒരിക്കലും മുന്നോട്ട് പോകുമ്പോ തന്റെ അനുജന്മാരോട് കൂടി ആലോചിക്കാതെ മുന്നോട്ട് പോയിട്ടില്ല. പ്രവാചകന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രതിസന്ധി ഉണ്ടായ യുദ്ധമല്ലേ പ്രിയപ്പെട്ടവരെ ബദർ യുദ്ധത്തിന്റെ സമയത്ത് റസൂലുള്ളാഹിന്റെ മനസ്സിൽ ശക്ക് വരുന്നു. ആയത്ത് അവതീർണമായി. ഏത് സംഘത്തോട് ഏറ്റുമുട്ടണം? പ്രബല സംഘത്തോട് ഏറ്റുമുട്ടണോ ദുർബല സംഘത്തോട് ഏറ്റുമുട്ടണോ എന്നൊരു ചിന്ത വന്നപ്പോ തന്റെ സഹാബത്തിന്റെ ഷൂറക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഖുർആൻ അതിപ്രകാരമാണ് സൂചിപ്പിച്ചത്. രണ്ടിലൊരു സംഘത്തോട് നമ്മൾ ഏറ്റുമുട്ടിയേ പറ്റൂ. പറയാം, നിങ്ങൾ ചെറിയ സംഘത്തോടെ ഏറ്റുമുട്ടാണ് നിങ്ങളെ മനസ്സ്. ആരോട്? അബൂ സുഫിയാന്റെ സംഘത്തെ ഒന്നും തടയാന്ന് മാത്രമേ നിങ്ങൾ ഉദ്ദേശിച്ചുള്ളൂ. ഞാൻ അള്ളാഹുവിന്റെ റസൂലിന്റെ മനസ്സ് വായിക്കാനും അവരെ സംസാരം കേട്ടപ്പോൾ എനിക്ക് ബോധ്യപ്പെട്ടു. എന്നാലോ റഹ്മാനായ റബ്ബ് തീരുമാനിച്ചെന്താണെന്നോ, ഇസ്ലാമിനൊരു വിജയം നൽകാൻ റഹ്മാനായ റബ്ബ് തീരുമാനിക്കുന്നു. സത്യനിഷേധികളെ മൂടറുത്ത് കളയാൻ പിഴുതെറിയാൻ റഹ്മാനായ റബ്ബ് തീരുമാനിച്ചു. അതാണ് റസൂൽ ചോദിച്ചു, ഏതിനോട് ഏറ്റുമുട്ടണം? പ്രിയപ്പെട്ടവരെ, അവിടുന്ന് കൃത്യമായ അഭിപ്രായമാണ്. വല്ലാത്ത അഭിപ്രായമാണ് പറഞ്ഞത്. ഒരാൾ എണീറ്റ് പറഞ്ഞ, നബിയെ ധൈര്യസമേതം മുന്നോട്ട് പോകണം. സമുദ്രത്തിന്റെ നടുവിലൂടെ പോയിട്ടാണ് ശത്രുക്കളോട് ഏറ്റുമുട്ടാൻ അങ്ങ് കൽപ്പിക്കുന്നതെങ്കിൽ ഞങ്ങൾ ഒരുക്കമാണ് നബിയെ. മൂസ നബി തന്റെ അനുജന്മാരോട് പറഞ്ഞതുപോലെ നബിയെ ഞങ്ങൾ പറയില്ല. മൂസ, നീയും നിന്റെ റബ്ബുമായി യുദ്ധം ചെയ്യ്, എന്ന് പറഞ്ഞതുപോലെ നബിയെ ഞങ്ങൾ പറയില്ല. അല്ലാഹുവിന്റെ ഷൂറ ചെയ്യാൻ എവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇതാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തൊരു കാര്യത്തിലും ഖന്തഖ് യുദ്ധം വരികയാണ്. കിടങ്ങ് യുദ്ധമല്ലേ ഖന്തഖ്. പ്രവാചകന്റെ സഹാബത്ത് പറഞ്ഞ, നബിയെ യുദ്ധതന്ത്രം എന്ന നിലയ്ക്കൊരു സഹാബിയത പറയുന്നു. പേർഷ്യയിൽ നിന്ന് കടന്നു വന്ന സൽമാൻ റളിയല്ലാഹു അൻഹു പറയും, നബിയെ നമുക്ക് വലിയൊരു കിടങ്ങുണ്ടാക്കുക. ശത്രുക്കൾക്ക് ഒന്നിച്ചു വന്നത് കയറി നമ്മളെ ആക്രമിക്കാൻ പറ്റൂല. വല്ലാത്തൊരു അഭിപ്രായമായി റസൂൽ പരിഗണിക്കും. കിടങ്ങുണ്ടാക്കാൻ കൂടാണ് നബി. കിടങ്ങുടിക്കാൻ കൊടുന്നു. പട്ടിണി പാവങ്ങൾ പ്രിയപ്പെട്ടവരെ കിടങ്ങുടിക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ അഭിപ്രായത്തെ മാനിക്കുന്നു. വഹി കിട്ടിക്കൊണ്ടിരിക്കുന്ന പ്രവാചകൻ റഹ്മാനായ റബ്ബിന്റെ വഹി കിട്ടുന്ന റസൂലുള്ളാഹി ഈ സഹാബിയെ പരിഗണിക്കുക. നിങ്ങൾ ആലോചിക്കാൻ നമ്മളൊക്കെ എവിടെ നിൽക്കുന്ന വിഷയത്തിൽ അള്ളാഹുവിന്റെ റസൂലാണ് നമുക്കിതിൽ ഏറ്റവും വലിയ മാതൃകാപുരുഷൻ.
എത്രത്തോളം എന്നാൽ പ്രിയപ്പെട്ടവരെ, എന്തെങ്കിലും ഒരു മുഷിപ്പൊരാളെ ഭാഗത്തുനിന്ന് വന്നാൽ പിന്നെ നമ്മൾ ആ മനുഷ്യനിലേക്ക് തിരിഞ്ഞു നോക്കൂല. മനുഷ്യന്റെ പ്രകൃതി എങ്ങനെയാണ്? ആരെങ്കിലും ഒന്ന് മുഷിപ്പുള്ള വാക്കോ പ്രവൃത്തിയോ സമീപമുണ്ടെങ്കിൽ പിന്നെ ആ വാതിൽ നടക്കും, അങ്ങോട്ട് തിരിഞ്ഞു നോക്കില്ല. എന്നാൽ നമ്മുടെ പ്രിയപ്പെട്ട പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെയും നമുക്ക് മാതൃകയാണല്ലോ. ഉഹദ് രണാങ്കണത്തിൽ വിശ്വാസികൾക്ക് പ്രിയപ്പെട്ടവരെ പരാജയം ഏറ്റുവാങ്ങേണ്ടി വരുന്നു. 50 അമ്പെയ്ത്തുകാരെ പ്രവാചകൻ മലമുകളിൽ നിർത്തി. ഇവിടുന്ന് ഇറങ്ങല്ലേ എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. ശത്രുക്കളുമായി നിങ്ങൾ ഏറ്റുമുട്ടട്ടെ, യുദ്ധതന്ത്രമാണിത്. മതിൽ കണക്കെ നിങ്ങൾ ഇവിടെ നിൽക്കണം. ഞങ്ങൾ യുദ്ധക്കളത്തിൽ അടരാടി ശത്രുക്കൾ ഞങ്ങൾ വെട്ടി നോക്കി. ഞങ്ങളുടെ മൃതശരീരങ്ങൾ പക്ഷിപടവങ്ങൾ നിങ്ങളുടെ തലക്ക് മീതെ കൊത്തിക്കൊണ്ടു പോകുന്നത് കണ്ടാലും ഇറങ്ങല്ലേ എന്ന് റസൂലുള്ളാഹി ആവശ്യപ്പെട്ടിരുന്നു. സാധുക്കളും കട്ടപ്പാടിന്റെ അങ്ങേയറ്റം അവസ്ഥയിൽ മുന്നോട്ട് പോകുന്നവർ യുദ്ധത്തിൽ വിശ്വാസികൾ വിജയിക്കണേ കണ്ടപ്പോ, യുദ്ധാനന്തരം മുതൽ ഇങ്ങനെ വാരിക്കൊണ്ട് കണ്ടപ്പോ എനിക്ക് മനസ്സിലായി, ഞങ്ങളും പോയാൽ ഞങ്ങൾക്കും വാരിക്കൊണ്ടല്ലോ. അമീറായി നിശ്ചയിച്ച ആള് കെഞ്ചി പറഞ്ഞു ഇറങ്ങല്ലേ ഇറങ്ങല്ലേ എന്ന് പറഞ്ഞ് ഇറങ്ങി. ആളുകളല്ലാത്തവരൊക്കെ തന്നെയും ഇറങ്ങി തിരിച്ചു. ഖാലിദ് ബിൻ വലീദ് സംഘം ഇരച്ചു കയറി വിശ്വാസികൾ അരിഞ്ഞൽ വീഴ്ത്തി. അറിയാത്തവരില്ലല്ലോ ചരിത്രം. ഉഹദ് യുദ്ധത്തിൽ പരാജയത്തിന് കാരണമായത് ജബലുൽ റുമാത്തിൽ നിർത്തി അമ്പെയ്ത്തുകാർ ഇറങ്ങിയതാണ്. അന്നത്തെ കാലത്ത് അങ്ങനെ പ്രിയപ്പെട്ടവരെ നേർക്ക് നേരെയുള്ള ഫൈറ്റാണ്. ഈ ടീമിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമീപനം, എങ്ങനത്തെ സമീപനം? എത്ര വിഷമുണ്ടായി ഉഹദ് യുദ്ധത്തിൽ. ഹംസ റളിയല്ലാഹു അൻഹു, മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു, വിശ്വാസികളെ അനസ് ബിൻ റളിയല്ലാഹു അൻഹു, 70 സഹാബത്താണ് ഉഹദ് രണാങ്കണത്തിൽ പ്രിയപ്പെട്ട ശുഹദാക്കളിൽ പെട്ടത്. അള്ളാഹുവിന്റെ തീരുമാനമായിരിക്കാം. ഇന്ന് അള്ളാഹു റസൂലിനോട് ഈ വിഷയത്തിൽ ഇനി ഓരോടാക്കാം. യുദ്ധത്തിന് കാരണം, യുദ്ധം പരാജയത്തിലേക്ക് ഒരു വഴി വെച്ചത് ഓല അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നതാണെന്നൊക്കെ എല്ലാവർക്കും ബോധ്യപ്പെട്ടു, നബിക്കും ബോധ്യപ്പെട്ടു. പിന്നെ നബിയെ അവരോടാ കണ്ടുകൊണ്ട് കാണല്ല, ഒരിക്കലും ആ കണ്ടുകൊണ്ടവരെ കാണരുത്. നിങ്ങളെ കാരണത്താലേ ഈ പാവപ്പെട്ട 10-70 ആളുകൾ മരിച്ചുപോയതെന്ന് പറഞ്ഞ നബിയെ ഒരിക്കലും അവരോട് ആ സമീപനം സ്വീകരിക്കല്ലേ. ഖുർആൻ ആയത്തിറങ്ങുകയാണ്. സൂറത്ത് ആൽ ഇംറാൻ 156-ാമത്തെ വചനം, 159-ാമത്തെ വചനം. ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും. ഈ ആയത്ത് പൂർണ്ണ വല്ലാത്തൊരു കോരിത്തെരിപ്പാണ്. നബി അങ്ങയുടെ കാരുണ്യം കൊണ്ട് നീ അവരോട് മാന്യമായി പെരുമാറി. അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ട് നബിയെ അങ്ങ് അവയോട് ലീനായി പെരുമാറി. പരുഷ സ്വഭാവിയും കഠിന ഹൃദയനുമായി നബിയെ മാറിയിരുന്നുവെങ്കിൽ അവർ നിന്നെട്ടറിഞ്ഞോടുമായിരുന്നു. ഒരു നേതാവിന്റെ ക്വാളിറ്റിയാണ് കഠിന ഹൃദയനും പരിശുഭാവിയുമായിരുന്നുവെങ്കിൽ ഒരൊറ്റ കുട്ടി നബിയെ തങ്ങളുടെ കൂടെ ഉണ്ടാകുമായിരുന്നില്ല. തൊട്ടടുത്തായെത്തുന്ന മാപ്പ് കൊടുക്കണം. ശ്രദ്ധിക്കണേ എന്റെ മുഅ്മിനീങ്ങളെ, എന്ത് അപാകതകൾ നമ്മുടെ കീഴിലുള്ളവരിൽ വന്നാലും, ഭാര്യയിൽ വന്നേക്കാം, ഭർത്താവിൽ വന്നേക്കാം, മക്കളിൽ വന്നേക്കാം, സഹോദരങ്ങളിൽ വന്നേക്കാം, ഉടപ്പറപ്പിങ്ങൾ വന്നേക്കാം. മഅസൂമീങ്ങളല്ലല്ലോ നമ്മൾ, പാപമുക്തരല്ലോ നമ്മൾ. എന്ത് അപാകതകൾ വന്നാലും ഖുർആൻ ആവശ്യപ്പെടുന്നു, ഫഅഫ്വൻഹും, മാപ്പ് കൊടുക്കണം. അവർക്ക് നബിയെ ഇസ്തിഗ്ഫാർ തേടണം. എന്താ നബിന്റെ പ്രാർത്ഥനയ്ക്ക് അല്ലാത്ത സ്വീകാര്യതയാണ്. അതാണ് വിശ്വാസികളെ 5 വക്തും പ്രവാചകത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. അല്ലാഹു റസൂൽ പറഞ്ഞ സംഭവം വിശദീകരിക്കാൻ സമയത്ത് അല്ലാഹു റസൂൽ എപ്പോഴും വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. ജുമാ ഖുത്ബയിൽ ഫർളന്ത അല്ലാഹുമ്മ ഗഫിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഉ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ള ജുമാ ഖുത്ബയുടെ ഫർള. നബിയോട് പറയായി പാവപ്പെട്ടവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ തേടണം. നിർത്തിയില്ല മുഅ്മിനീങ്ങളെ, വശാബിറുഹും ഫിൽ അംരി. എന്നൊരു കാര്യമുണ്ടെങ്കിലും ഇനിയും അവരെ നീ ശൂറയിൽ പങ്കുകൊള്ളിക്കണം. അതാണ് അടിവരയിടേണ്ട പോയിന്റ്. ഓരോട് മുശാവറ നടത്തും. വശാബിറുഹും ഫിൽ അംരി വഇദാ അസംത ഫതവക്കൽ അലല്ലാഹ്. അങ്ങനെ ഒരു കാര്യം തീരുമാനിക്കഴിഞ്ഞാൽ റബ്ബിനെ ഏൽപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. ഇന്നല്ലാഹു യുഹിബ്ബുൽ മുതവക്കിലീൻ. ഭരമേൽപ്പിക്കുന്നവർ റഹ്മാനായ ഇഷ്ടപ്പെടുന്നു. നിങ്ങൾ നോക്കണേ എന്റെ മുഅ്മിനീങ്ങളെ, ഇതാണ് നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വിഷമിപ്പിച്ചവരോട് പോലും പ്രവാചകനോട് അല്ലാഹു പറയാ ഫഅഫ്വൻഹും വസ്തഗ്ഫിർ ലഹും വശാബിറുഹും ഫിൽ അംരി. മുന്നോട്ട് പോവുക. പിന്നെ കാര്യം അല്ലാഹു ഏൽപ്പിച്ചു കഴിഞ്ഞാൽ
ധൈര്യമായിട്ട് മുന്നോട്ട് പോകുന്നു. വിശ്വാസികളെ, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഷുറക്ക് നമ്മൾ പ്രാധാന്യം കിട്ടും. അവിടെ അള്ളാന്റെ അടുക്കലുണ്ടാവും. ഒരിക്കലും അവൻ ഖേദിക്കേണ്ടി വരും. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞൊരു കനപ്പെട്ട വാക്കെന്താണെന്നോ? മാ നദിമ മൻ ഇസ്തഖാറൽ ഖാലിക. അള്ളാനോട് ഇസ്തിഖാറത്ത് നടത്തുമ്പോൾ ഒരിക്കലും ഖേദിക്കൂല. അവിടെയാണ് ഇസ്തിഖാറത്തിന്റെ പ്രാർത്ഥനയും നമ്മൾ പഠിക്കണം, അല്ലേ? ഒരു കാര്യം അള്ളാനോട് മുഷാവറ ചെയ്യാന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു വാക്ക്. ഇസ്തിഖാറിന്റെ ഹൈറിന് ചോദിച്ചുകൊണ്ട് ഇസ്തിഖാറത്തിന്റെ പ്രാർത്ഥന പ്രവാചകത്തിന് വേണ്ടി പഠിക്കും. ഞാൻ തന്നെ നിങ്ങൾ പല സമയങ്ങളിൽ കൽപ്പിച്ചിട്ടുണ്ട്. മാ നദിമ, ഖേദിക്കേണ്ടി വരില്ല. ഖാലിക്കിനോട് ഇസ്തിഖാറത്ത് ചെയ്യണം. ഇപ്പൊ നിങ്ങളൊരു കാര്യത്തിനുമായി മുന്നോട്ട് പോകാം. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം? എന്തൊക്കെ സുന്നസ്കരിക്കണം, സുന്നത്ത് അങ്ങനെ. എന്നിട്ട് ഇസ്തിഖാറത്തിന്റെ പ്രാർത്ഥന. അത് ഇനിയും പഠിക്കാത്തൊരു ഈ മജ്‌ലിസിൽ ഉണ്ടാവരുത്. ഇസ്തിഖാറത്തിന്റെ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിലേക്ക് എന്തൊക്കെ വിഷയങ്ങൾ തീരുമാനിക്കേണ്ടി വരും പ്രിയപ്പെട്ടവരെ. എന്തൊക്കെ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ നമ്മൾ തീരുമാനിക്കേണ്ടി വരും. അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുകയാണേ ഇസ്തിഖാറത്തിന്റെ പ്രാർത്ഥന. ഇസ്തിഖാറത്തിന്റെ പ്രാർത്ഥന, അല്ലാഹുമ്മ ഇന്നി അസ്തഖീറുക ബിഇൽമിക. ആ പ്രാർത്ഥന ശരിക്കും പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിച്ച ഹദീസ് എങ്ങനെയാണ്? ഒരു ഖുർആന്റെ ആയത്ത് ഞങ്ങളെ പഠിപ്പിക്കുന്ന അതേ ഗൗരവത്തിൽ പ്രവാചകൻ തിരുമേനി ഇസ്തിഖാറത്തിന്റെ പ്രാർത്ഥന പഠിപ്പിച്ചു. അത് നമ്മൾ പഠിക്കണം, പ്രാവർത്തിക്കണം, ജീവിതത്തിൽ പ്രായോഗികമാക്കണം. അവിടെ പടച്ചവന്റെ ഖൈറുണ്ടാവും. അതാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറയാം, മാ നദിമ, ഖേദിക്കേണ്ടി വരില്ല. മൻ ഇസ്തഖാറ, ഖാലിഖിനോട് ഇസ്തിഖാറത്ത്, വൽ മഖ്ലൂഖിൻ വശാവറ വൽ മഖ്ലൂഖിൻ, സൃഷ്ടികളോടും കൂടിയാലോചന നടത്തുന്നവൻ പിന്നെ ജീവിതത്തിൽ ഖേദിക്കേണ്ടി വരില്ല. വിശ്വാസികളെ, അവന് ഖേദിക്കേണ്ട അവസ്ഥ വരില്ലെന്ന്. അതുകൊണ്ടാണല്ലോ ഇസ്ലാം ഈ വിഷയത്തിൽ എത്രയും പ്രാധാന്യം കൽപ്പിച്ചത്. മഹാനായ പ്രവാചകൻ തിരുമേനി ഈ വിഷയത്തിൽ എത്ര ഗൗരവത്തിൽ സംസാരിച്ചത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാം, നബിയേക്കാളും മശൂറ നടത്തുന്ന ലോകത്തിന് മനുഷ്യരില്ലായിരുന്നു. മാ റഅയ്തു അഹദൻ അക്സറ മശൂറ മിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ പ്രവാചകനേക്കാളും മശൂറ നടത്തുന്ന കൂടിയാലോചന നടത്തുന്ന ഒരു മനുഷ്യൻ ഞാൻ കണ്ടിട്ടില്ല. എന്തുണ്ടെങ്കിലും അല്ലേ, ആരെ കിട്ടി ചോല എത്തിയാണ് കൂടിയാലോചന. സുഹൃത്തുക്കളെ, ചില അഭിപ്രായങ്ങൾ വഴിത്തിരിവായി മാറും. നമ്മൾ ചില ആളുകൾ ഓൻ്റെ എന്നൊക്കെ എൻ്റെ അഭിപ്രായം കിട്ടാൻ, ആ അഭിപ്രായമായിരിക്കും ജീവിതത്തിൽ ലോകത്ത് വലിയ മാറ്റങ്ങൾക്ക് കാരണമായി തീരുന്ന അഭിപ്രായം. കാരണം ഒരു മനുഷ്യൻ്റെ വ്യക്തിത്വത്തിനെയും ഒരിക്കലും നമ്മൾ ഈയൊക്കെ എന്നുള്ള ആ ഒരു വാക്കുണ്ടല്ലോ, അത് നമ്മുടെ നാവിൽ നിന്ന് വരാനേ പാടില്ല. ഈയൊക്കെ പതിനായിട്ടുണ്ടോ? പാടില്ല. എല്ലാവർക്കും വ്യക്തിത്വം, എല്ലാവർക്കും അഭിമാനമുണ്ട്, എല്ലാവർക്കും ഇസ്സത്തുണ്ട്. പരിശുദ്ധ കഅബാലയത്തിന്റെ പവിത്രത പോലെ ഓരോരുത്തരുടെയും അഭിമാനത്തിന് പവിത്രത കൽപ്പിക്കണമെന്ന് പഠിപ്പിക്കുന്ന മതമാണ് ഇസ്ലാം. അതുകൊണ്ട് എൻ്റെ മുഅ്മിനീങ്ങളെ, കുടുംബജീവിതത്തിലെ പരിഗണനകൾ ആവശ്യമാണ്. എല്ലാവർക്കും പരിഗണനകൾ ആവശ്യമാണ്. ഒരു കാര്യമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ വീട്ടിലൊരു മുശാവറ നടത്തുക. ഐഡിയാസ് അവിടെ ഉണ്ടാകും, കിട്ടുന്നതൊക്കെ സ്വീകരിക്കുക. തീരുമാനങ്ങളുമായി ചിലപ്പോൾ അവസാനം നമ്മൾ ഉദ്ദേശിച്ച് തന്നെയായിരിക്കും മുന്നോട്ട് പോകണം. പക്ഷേ അവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചൊരു പരിഗണനയാണ്, അല്ലേ? പല വീട്ടിലും ഉള്ളതൊന്നും ചർച്ചകളില്ല, ഒക്കെ ഫോണുമ്പോൾ 4 മൂലയ്ക്ക് ഇരിക്കാൻ. പല കുടുംബ പ്രശ്നങ്ങളും തീരണമെങ്കിൽ എല്ലാം തുറന്ന് സംസാരിക്കണം. എവിടെ തുറന്ന് സംസാരിക്കുന്നുള്ളത്? എവിടെ തുറന്ന് സംസാരിക്കുന്നുണ്ട്? പല വീടുകളിലും സന്തോഷമില്ല, കളിയും ചിരിയും തമാശയും ഇല്ല, റാഹത്തായ അവസ്ഥയില്ല, അല്ലേ? ആരോഗ്യകരമായ ചർച്ചകൾ നടക്കുന്നില്ല. ഇന്നത്തെ ലോകം, അല്ലേ, വല്ലാതെ മനുഷ്യനെ കൂടിക്കൊണ്ടിരിക്കുന്നു. ഈ ഹുതുബ കേൾക്കുന്നവരെ, കുടുംബത്തിന്റെ നെടുന്തൂണുകളായ മാതാപിതാക്കളെ, നമ്മളൊക്കെ കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ആഗ്രഹിക്കുന്നവരാണ്. അവർക്കുണ്ടാകണമെന്ന് പരിശുദ്ധ ഖുർആൻ ആഗ്രഹിച്ച ഈ മഹനീയ ഗുണം നമ്മുടെ ഗുണമാക്കി മാറ്റാൻ നമ്മൾ ശ്രദ്ധിക്കണം. ആയത്തിലേക്ക് ഒന്നുകൂടി തിരിച്ചു വരിക. സ്വർഗം കിട്ടുന്നവരെ പറ്റി അല്ലാഹ് പറയാം, വല്ലദീന ഇസ്തജാബൂ ലിറബ്ബിഹിം, അല്ലാഹ് കൽപ്പിച്ച കൽപ്പനകളെ ശിരസ വഹിക്കുന്നവർ. എല്ലാ കൽപ്പനകളും ഒരു കാര്യം അല്ലാഹ് പറഞ്ഞാൽ പിന്നെ അതിന്റെ അപ്പുറത്തൊരു ആലോചനക്ക് ഒരിക്കലും വിശ്വാസിക്കുക ഒരിക്കലും ഇടമില്ല. പിന്നെയോ 5 നേരം നമസ്കരിക്കുന്നവർ. എല്ലാവരും ശ്രദ്ധിച്ചോളൂ, നിസ്കാരത്തിൽ ഒരു അമാന്തവും എടുത്തത്. നമ്മളീ ഹുതുബ കേൾക്കുമ്പോൾ നമ്മുടെ മക്കൾ നമ്മളുമായി ഇടപെടുന്നവരുടെ കൂട്ടത്തിൽ നിസ്കാരത്തിൽ ശ്രദ്ധയില്ലാത്തവരുണ്ടെങ്കിൽ അത് നമ്മൾ ക്ലിയർ ആക്കാൻ ശ്രമിക്കണം, നമ്മൾ ഇടപെടണം. പിന്നെ വാക്കുകളും എല്ലാ കാര്യം ഷോറയിലൂടെ മുന്നോട്ട് പോകണം. ആയത്ത് അവസാനിപ്പിക്കും, അല്ലാഹ് നൽകിയതിൽ ചെലവഴിക്കുന്നവരാണവർ. ഈ മഹനീയ ഗുണങ്ങൾ സമ്മേളിച്ചവർക്ക് ഈ ആയത്തിന് മുമ്പത്തെ ആയത്തതാണ്.
അള്ളാഹു അനുഗ്രഹത്തിന്റെ സ്വർഗം ആർക്കൊരുക്കി വെച്ചുവെന്നോ? ലില്ലദീന ആമനൂ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. യഥാർത്ഥ മുഅ്മിനീങ്ങളായി ഒക്കെ റബ്ബിനെ ഏൽപ്പിച്ച് അതിന് ശേഷം തൊട്ടടുത്ത ആയത്തിലൂടെ അള്ളാഹു കാര്യങ്ങളൊക്കെ അറിയിക്കുന്നത് വ്യക്തി ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും ഏതേത് മേഖലകളിലും ഈ ഒരു മഹനീയ ഗുണത്തിന്റെ കൃത്യമായ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ ശ്രമിക്കുന്നവരുടെ നമ്മൾ ഉൾപ്പെടണം. നമ്മുടെ കുടുംബത്തിൽ സമാധാനവും സ്വസ്ഥതയും ഉണ്ടാകാൻ, കെട്ടുറപ്പും സ്നേഹവും ഉണ്ടാകാൻ ഈ മഹനീയ ഗുണം കൊണ്ട് കാരണമായി തീരും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അയ്യുഹന്നാസു ഉസീകും വഇയ്യായ സാനിയം ബിത്തഖ്വല്ലാഹ്. അല്ലാഹുവിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി പാലിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളെ ഉണർത്തുക. സത്യവിശ്വാസികളായ ഞാൻ നിങ്ങളും നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോരോ മേഖലകളിലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഖുത്ബയിലൂടെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഖുത്ബ കേൾക്കുമ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഖുത്ബയിൽ നമ്മുടെ വിഷമവും പ്രയാസവും ദാരിദ്ര്യവും കഷ്ടപ്പാടൊക്കെ മാറാൻ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക എന്നുള്ള പോയിന്റാണ് കഴിഞ്ഞാൽ സംസാരിച്ചു. നമ്മുടെ ജീവിതത്തിൽ കുറേ കടക്കണിയുണ്ട്, കുറേ പ്രാരാബ്ദമുണ്ട്, കുറേ മാനസിക പിരിമുറുക്കുകൾ. അത് മാറിക്കിട്ടാൻ അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞ ഹദീസാണ് ഞാൻ കഴിഞ്ഞ ആഴ്ച കേൾപ്പിച്ച ആ വിഷയവുമായി ബന്ധപ്പെട്ട അല്പത്തിലെ കാര്യങ്ങളാണ്. മൻ ലസിമൽ ഇസ്തിഗ്ഫാർ, അവൻ്റെ ലീക്കിൽ നിന്ന് മഖ്റജ് നൽകും, ഹമ്മിൽ നിന്ന് ഫറജ് നൽകും, അവന് റിസ്ക് നൽകും. നിങ്ങൾ ആലോചിച്ചു, ഈ മൂന്നെണ്ണം ആഗ്രഹിക്കാത്തവരാരായി ഭൂമിയിൽ? വന്ന വിഷമം നാടി കിട്ടണം, വിഷമല്ലാത്തൊരു മാനസികാവസ്ഥ കിട്ടണം, ഉപജീവന വിശാലാകും. ഇതിന് എന്തേ റസൂൽ പറഞ്ഞത്? അസ്തഗ്ഫിറുല്ലാഹ് എന്ന് വർദ്ധിപ്പിക്കുക. ഞാൻ ചോദിക്കട്ടെ, ഖുത്ബ കേട്ടിറങ്ങിപ്പോയ ഞാൻ നിങ്ങളും എപ്പോഴെങ്കിലും ഒരു 10 മിനിറ്റ്, ഒരു അരമണിക്കൂർ ഒന്ന് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയാൻ നമ്മൾ സമയം കണ്ടെത്തിയോ എന്ന് ആലോചിക്കും. അല്ലെങ്കിൽ പിന്നെ എങ്ങനെ ബറക്കത്ത് ജീവിതത്തിൽ ഉണ്ടാകും? പിന്നെ എങ്ങനെ അള്ളാഹിന്റെ തൗഫീഖ് ഉണ്ടാകും? അതെല്ലാവരും ഗൗരവത്തോടെ ആലോചിച്ചു. ഇപ്പൊ ഇവിടെ എന്തൊരു കാര്യത്തിനും ബറക്കത്ത് ലഭിക്കണമെങ്കിൽ ഷൂറ വേണമെന്ന് നമ്മൾ വിളിച്ചത്. ഇസ്തിഖാറത്തിന്റെ ഭാഗത്ത് നമ്മൾ അറിയാത്തൊരു പഠിക്കണം. എന്നിട്ടൊരു വിഷയം ഉണ്ടെങ്കിൽ ഇസ്തിഖാറത്ത് ചെയ്യണം. ഇസ്തിഖാറ എന്ന് പറഞ്ഞാൽ ഹൈറിന് വേണ്ടി ചോദിക്കാറില്ല. ഒരു പ്രവാചകത്തിന് ഒരു വീട് വെക്കാൻ ഒരാൾ ഉദ്ദേശിക്കാം, അല്ലെങ്കിൽ ഒരു മോളെ കല്യാണം വഴി മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കാം. അപ്പൊ എന്താ ചെയ്യേണ്ടത്? 2 റക്അത്ത് നിസ്കരിക്കാം, ഒരു 2 റക്അത്ത് നിസ്കരിക്കാം. എന്നിട്ട് ആ നിസ്കാര ശേഷം എന്ന പ്രാർത്ഥന ചെലുത്തുക. അതിൽ ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം എനിക്ക് ഈ പര സൗഭാഗ്യത്തിന് ഗുണകരമാണെങ്കിൽ അതിലെല്ലാം തട്ടിത്തറവ് മാറ്റിക്കൊണ്ടാണ്. ഞാൻ ഈ കാല് വെച്ച വിഷയം എനിക്ക് അനുഗ്രഹം കിട്ടൂല എന്ന് നിനക്കറിയില്ലെങ്കിൽ, കാരണം നാളെ എന്താണെന്ന് നമുക്കറിയില്ല, എന്നെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കണേന്നാണ് ഇസ്തിഖാറ. എവിടെ വരെ? അപ്പൊ അള്ളാഹു അതിന്റെ ഹൈറില്ല എന്ന് കണ്ട് നമ്മളത് തട്ടിത്തെറിപ്പിക്കും. പിന്നെ നമ്മൾക്ക് ഇരിക്കാനായിട്ട് തട്ടിച്ചോളില്ലാതെ നമ്മുടെ ജീവിതം അനുഗ്രഹപൂർണ്ണമായി തീരും. മഹാനായ റസൂൽ ഈ വിഷയത്തിൽ പറഞ്ഞ ഹദീസ് കൂടി, നിങ്ങളുടെ നേതാക്കന്മാർ നല്ലവരും, നിങ്ങളുടെ സമ്പന്നർ, ധർമ്മം നൽകുന്നവരും, നിങ്ങളുടെ ഭരണാധികാരികൾ എല്ലാ കാര്യങ്ങളും ഷൂറ ചെയ്ത് ജീവിക്കുന്ന ഒരവസ്ഥയാണെങ്കിൽ ഈ ഭൂമി സ്വർഗതുല്യമാണ്. സുൽത്താന്റെ വാക്കാട്ടം ഇതാക്കാനും മറാഹുക്കും ഖിയാറക്കും. അതാണ് സുൽത്താൻ. ഈ മഹനീയ ഗുണങ്ങൾ ഉണ്ടെങ്കിൽ ഈ ഭൂമി അനുഗ്രഹപൂർണ്ണം. ശേഷം പറഞ്ഞതാണ്, നിങ്ങളുടെ നേതാക്കന്മാർ ഏറ്റവും മോശക്കാരും, സമ്പന്നർ പിശുക്കന്മാരും, കാര്യങ്ങളൊക്കെ പെണ്ണുങ്ങൾ തീരുമാനിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയാൽ ഭൂമിന്റെ പുറത്ത് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് അടിയിലാണ്. അല്ലാഹു റസൂൽ പറഞ്ഞ ഹദീസ് അർത്ഥവൈപല്യമുള്ളൊരു ഹദീസാണ്, വലിയ അർത്ഥ താല്പര്യമുള്ളതാണ്. സുഹൃത്തുക്കളെ, ജീവിതത്തിൽ വളരെ മനസ്സിലെത്തേണ്ട ഒരു വാക്കാണ്. എന്നാൽ പെണ്ണുങ്ങൾ അവഗണിക്കുക എന്നതല്ല, ആണിന് പെണ്ണിനേക്കാളും എല്ലാ കാര്യത്തിലും ഇസ്ലാം പെണ്ണുങ്ങൾ അടക്കി ഭരിക്കണം എന്നതല്ല ഉദ്ദേശിക്കുന്നത്. അവിടെയും സൃഷ്ടിപ്പിനാൽ ആണിന് നൽകിയ ഒരു മഹത്വത്തെ പറ്റിയാണ് മഹാനായ റസൂലുള്ളാഹി സൂചിപ്പിച്ചത്. ഇവിടെ അവിടെയും ഷൂറയാണ്, അവിടെയും കൂടിയാലോചനയാണ് ഇസ്ലാം നിർദ്ദേശിച്ചത്. ഏതായിരുന്നാലും നമ്മൾ ശ്രദ്ധിക്കുക, അള്ളാഹുവോട് അടുക്കുക, വന്നുപോയ തെറ്റുകുറ്റങ്ങൾക്ക് ആത്മാർത്ഥമായി ഇസ്തിഗ്ഫാർ തേടുക, കേട്ട് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിന്റെ ഭാഗമാക്കുക. കരുണാവാരിയായ റബ്ബ് നമ്മുടെ അരികിൽ വന്ന എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്തു മാറാകട്ടെ. എന്തൊരു കാര്യങ്ങൾ കേട്ടാലും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. എല്ലാ കാര്യങ്ങളും കേട്ട് മനസ്സിലാക്കി അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഉ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്
ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم صل وسلم وبارك على نبينا محمد وعلى آله وأصحابه أجمعين وآخر دعوانا الحمد لله.